വിശുദ്ധ കൊച്ചു ത്രേസ്യ. എൻ്റെ മനസ്സിൽ എപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു സൂക്തം ഇങ്ങനെയാണ്: കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക, ദിവ്യകാരുണ്യ സ്വീകരണം ഒരു പതിവാക്കുക, ആ പതിവ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. ഒരു സാധാരണ വാക്കിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, കുർബാനയിൽ പങ്കെടുക്കുക, ദിവ്യകാരുണ്യം സ്വീകരിക്കുക, നിനക്ക് പ്രശ്നമേ ഉണ്ടാവത്തില്ല. കേവലം 24 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച്, അതും ഏറ്റവും കൂടുതൽ സമയം കോൺവെന്റിന്റെ ഉള്ളിൽ കഴിച്ചുകൂട്ടിയ ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് ആഴമുള്ള ബോധ്യമുള്ള ഒരു വാചകം പറയാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അത് കൊച്ചു ത്രേസ്യയുടെ കുടുംബ പശ്ചാത്തലം. കൊച്ചു ത്രേസ്യയുടെ കുടുംബത്തെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആ കുടുംബം ഈ ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തെ നോക്കി ഭൂരിഭാഗം പേരും പറയാനായിട്ട് സാധ്യതയുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് ശാപമുള്ള കുടുംബമാണ്. മാതാപിതാക്കളുടെ പേര് നമുക്കറിയാം: ലൂയി മാർട്ടിൻ ആൻഡ് സെലി ക്യൂരി. ഇവർ രണ്ടുപേരും സന്യാസ ജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ചവർ. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോന്നതിന് ശേഷം അവർ യാദൃശ്ചികമായി കണ്ടുമുട്ടി അവർ വിവാഹിതരാകാൻ തീരുമാനിച്ചു. അവർക്ക് ലഭിച്ചത് 9 മക്കളെയാണ്. ഈ 9 മക്കളിൽ 4 പേരും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. അതിനുശേഷം ഇളയ മകൾക്ക് 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അമ്മ മരിച്ചു. മരണങ്ങൾ ഒരു പ്രദക്ഷിണമായി ഒരു കുടുംബത്തെ വേട്ടയാടുമ്പോൾ, അല്ലെങ്കിൽ കോൺവെന്റിൽ പോയിട്ട് സെമിനാരിയിൽ പോയിട്ട് തിരിച്ചു വന്നതല്ലേ, അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള ചില ശാപവാക്കുകൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തെ നോക്കിക്കാണുന്നവരുടെ വായിലേക്ക് വരാനുള്ള സകല സാധ്യതയുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അപ്പനെയും അമ്മയെയും ഒരുമിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയാണ്. അത് വേറെ ആരുമല്ല, ഈ കൊച്ചു ത്രേസ്യയുടെ മാതാപിതാക്കൾ വിശുദ്ധ മാർട്ടിൻ, വിശുദ്ധ സെലി ഇന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുക. നമുക്കറിയാം 5 പെൺമക്കളും ഒരപ്പനും. ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 പെൺമക്കളും വിശുദ്ധി കാത്തു സൂക്ഷിച്ച് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച്, ഒരുവൾ കത്തോലിക്ക സഭയുടെ വേദപാരംഗത, വേറൊരുവൾ വിശുദ്ധിയുടെ പടവുകൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. സെർവന്റ് ഓഫ് ഗാഡ്, ദൈവദാസി എന്ന പദവി അലങ്കരിച്ചു കഴിഞ്ഞു. ഈ 5 പെൺമക്കളെയും കൂട്ടി തൻ്റെ ജീവിതം വീണ്ടും ആരംഭിച്ചപ്പോൾ അപ്പനൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം ആരംഭിച്ചിരുന്നത് അൾത്താരയുടെ മുമ്പിൽ. ആ ഒരു ദിവസത്തെ ജീവിതം അവസാനിച്ചിരുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ. കുടുംബത്തിലെ അൾത്താരയായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ദൈവാലയത്തിലെ അൾത്താരയിൽ നിന്ന് സ്വന്തമാക്കിയ ക്രിസ്തുവിനെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർ ആസ്വദിച്ചത്. ഒരിക്കലും അവസാനിക്കാത്ത ആത്മാവിൻ്റെ ആ ഒരു നിലനിൽപ്പ് അവർ തിരിച്ചറിഞ്ഞു. അവർ അത് ആസ്വദിച്ചു. അവർ അതിപ്പോഴും ആസ്വദിച്ചുകൊണ്ടേ. അതിനാൽ പ്രിയമുള്ളവരെ, തീരുമാനമെടുക്കാം. എന്ത്? കൊച്ചു ത്രേസ്യയെ പോലെ ഞാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കും.